മോത്തി രാവിലെ 8 മണിയോട് കൂടി ഈ ലോറി മുകളിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് അറിയിച്ചത്. പക്ഷേ നിലവിൽ അത് തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇതാണ് ആ ക്യാബിൻ. അതിൻ്റെ കൂടുതൽ അടുത്തുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനകത്തായിരുന്നു അർജുൻ ഉണ്ടായിരുന്നത്. ഇതിനകത്ത് വിശ്രമിക്കുന്ന നേരത്താണ് മണ്ണിടിഞ്ഞ് വീണ് ഈ ലോറി ഉൾപ്പെടെ താഴേക്ക് പോയത്. ഇപ്പോൾ ജിതിൻ ഇവിടെ സ്ഥലത്തുണ്ട്. ജിതിൻ നമ്മോടൊപ്പം ചേരുകയാണ്. ഏതായാലും അദ്ദേഹം ഇത് ക്യാബിനകത്ത് ഒന്നുകൂടി പരിശോധനകൾ നടത്തുകയാണ്. എന്താ കൂടുതൽ പരിശോധിക്കുകയാണോ, എന്താ ചെയ്യും? അത് നോക്കിയതാണ് ഉള്ളിൽ ഇനി എന്തെങ്കിലും ബാക്കിയെല്ലാം ഉണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാം. ഇന്നലെ ആശുപത്രിയിലേക്ക് പോയി നമുക്ക് എന്തെങ്കിലും അർജുൻ്റേതാണ് എന്ന് പറയുന്ന രീതിയിൽ തിരിച്ചറിയാൻ തക്ക എന്തെങ്കിലും അതിലുണ്ടായിരുന്നു? അർജുൻ്റെ ഡ്രസ്സ് അതിൽ തന്നെയാണ്, പാൻറ്റെല്ലാം അതിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ഞാൻ അവരോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് DNA ചെയ്താൽ പിന്നെ നമുക്ക് വേറെ എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. ഒരു കയ്യിലെ വള എന്നൊക്കെ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ ജിതിന്, അങ്ങനെ എന്തെങ്കിലും കാണാൻ പറ്റിയിരുന്നു? ലഭിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. DNA പരിശോധനയുടെ നടപടികൾ എന്തൊക്കെയായി? ഇന്നലെ SP ഒക്കെ ആയിട്ട് സംസാരിച്ചിരുന്നല്ലോ, അപ്പോൾ എന്താണ് അവർ ഒരു മറുപടിയൊക്കെ ഉണ്ടായത്? നടപടി എന്ന് വെച്ചാൽ അവർ ഇന്നലെ ഉബ്ലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇത് അയക്കുന്നത്. മംഗലാപുരം അല്ല, ഉബ്ലി എന്ന സ്ഥലത്തേക്ക് അയക്കുകയും മാക്സിമം 2 days എന്ന ഒരു അറിയിപ്പാണ് ഇന്നും അല്ലെങ്കിൽ നാളെ എന്നൊരു അറിയിപ്പാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എന്തായാലും അർജുൻ്റെ ശരീരം കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടമൊക്കെ ഇന്നലെ പൂർത്തിയാക്കിയിരുന്നു? പോസ്റ്റ്മോർട്ടമായിട്ട് പൂർത്തീകരിച്ചിട്ടില്ല. അത് അവർ ഡീകമ്പോസ് ചെയ്യായിരുന്നു ചെയ്തത്. മൊത്തത്തിൽ അത് ക്ലീനിങ് അങ്ങനെ ഒരു വൃത്തിയാക്കുന്ന ഒരു പരിധിയായിരുന്നു അവർ ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുകൂടെ തന്നെ അവരെന്തൊക്കെയോ നടപടികൾ ചെയ്യുന്നുണ്ട്. പേപ്പർ വർക്കുകളെല്ലാം അന്നേരം തന്നെ തുടങ്ങിയിട്ടുണ്ട് അവർ. ഞാനവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഒരു തവണ തന്നെ ഉള്ളിൽ കയറ്റിയിട്ടുള്ളൂ. നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? തീർച്ചയായിട്ടും അത് ഇപ്പം കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഇവിടുത്തെ സംവിധാനങ്ങളായിട്ട് സംയുക്തമായിട്ടാണ് അത് ചെയ്യുന്നത്. AK ശശീന്ദ്രൻ മിനിസ്റ്റർ എന്നെ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം വിളിച്ചത്. അദ്ദേഹം പിന്നെ കോഴിക്കോട് ജില്ലാ കളക്ടർക്കാണ് ചുമതല കൊടുത്തത്. അവരെ ഏകോപിച്ച് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് എന്നെ അറിയിച്ചത്. സംവിധാനങ്ങളൊക്കെ ഇവിടെ എത്തിയോ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളത്? ഇവിടുന്ന് ഇന്നലെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ. ഇവിടുന്ന് തിരിച്ചു നാട്ടിൽ പോകുന്നൊരു ആംബുലൻസ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാൻ തയ്യാറാണെന്നപ്പോൾ പറഞ്ഞപ്പോൾ അവർ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരെന്നെ പിന്നെ ഗവൺമെൻറ് ഇവരെ ചുമതലപ്പെടുത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരിവിടെ സ്റ്റേ ചെയ്യണം? അവരിവിടെ സ്റ്റേ ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു 10-70 ദിവസം നീണ്ട ഒരു കാലയളവ് അത് അവസാനിക്കും എന്നുള്ള രീതിയിലേക്ക് എത്തി. അതെ, ഒരുപാട് പിന്നെ പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ലോറി ഇവിടെ എത്തിച്ചത്. ഒരുപാട് പേരുടെ രാപ്പകലില്ലാത്ത കഷ്ടപ്പാട് ഇതിലുണ്ട്. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ജ്യേഷ്ഠ സഹോദരന് തുല്യമായ മഞ്ചേശ്വരം MLA AK അഷ്റഫിൻ്റെ ഇടപെടലുകളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുണ എന്നാണ് ശ്രീ രാഘവേട്ടൻ കോഴിക്കോട് MP. അവർക്ക് ചെയ്തൊരു എഫേർട്ട് SC വേണുഗോപാൽ സാറ്, നമ്മുടെ മുഖ്യമന്ത്രിയുടെ നിന്നുണ്ടായ തുടർച്ചയായ ഇടപെടലുകൾ, എല്ലാ കാര്യത്തിനും സിദ്ധരാമയ്യയുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് നമുക്ക് ഡയറക്റ്റ് ആക്സസ് ആയിരുന്നു. ഏത് സമയത്ത് വേണമെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കാനുള്ള ആ ഒരു ചാനൽ വരെ നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. അത്രയും കാര്യം തന്നെ നമുക്ക് കേരള ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള പിന്തുണയും നമ്മുടെ ജനപ്രതിനിധികൾ എല്ലാ കാര്യത്തിനും നമുക്ക് കൂടെ നിന്നു. ഇവിടെ പിന്നെ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്ത ലിൻഡോ ജോസഫ് MLA ഉണ്ടായിരുന്നു, സച്ചിൻ ദേവ് MLA, കല്യാശ്ശേരി MLA വിജിൻ സാറ്, അതുപോലെ രാജശേഖർ സാറ്, അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ് സാറ്, AK ശശീന്ദ്രൻ സാർ, അവരെല്ലാം ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടായിരുന്നു ഇതിന് ഏകോപനം ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കറിയാം, ഒന്നാം ഘട്ട തിരച്ചിൽ നമുക്ക് നിർത്തേണ്ട ഒരു സാഹചര്യം വന്നു. ഡ്രഡ്ജർ എന്ന പേര് തന്നെയായിരുന്നു ഒന്നാം ഘട്ട തിരച്ചിലും. അതേപോലെ തന്നെ രണ്ടാം ഘട്ട തിരച്ചിൽ പിന്നെയും വെള്ളം കുറഞ്ഞ സമയത്ത് ഡൈവിങ് ചെയ്തിട്ട് കൂടിയിട്ടും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ചില പാർട്ടുകൾ കിട്ടി എന്നത് ഒരു ശുഭാപ്തി വിശ്വാസം നൽകിയിരുന്നു. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ മാത്രമേ സാധ്യമാകൂ എന്നുള്ളതാണ് പിന്നെ രണ്ടാം ഘട്ട തിരച്ചിൽ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായത്. അതുപ്രകാരം ആ റിപ്പോർട്ട് ലക്ഷ്മിപ്രിയ മേഡം മുഖ്യമന്ത്രി ഓഫീസിൽ മാറുകയും പിന്നീടുള്ള രാത്രി പകലില്ലാത്ത, സത്യം പറയാൻ അങ്ങനെ തന്നെ രാത്രിയും പകലില്ലാത്ത ഒരു പിന്നെ ഓട്ടം തന്നെയായിരുന്നു. മുഖ്യമന്ത്രിയെ സിദ്ധരാമയ്യയെ കാണുകയും അതൊക്കെ നിങ്ങളും കൂടെ ഉണ്ടായിരുന്നല്ലോ. ഓരോ സിദ്ധരാമയ്യ തന്ന ഉറപ്പ് എന്ന് വെച്ചാൽ
ഡ്രഡ്ജർ കൊണ്ടുവരും, അതിന് എത്ര പണം ചിലവായാലും നമ്മൾ കൊണ്ടുവരും. ഇത് കേരളത്തിലെ CM ഇടപെടുന്നുണ്ട്, ഞങ്ങളെ ബന്ധപ്പെടുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഇത് എന്തായാലും ചെയ്തിരിക്കുമെന്ന ഉറപ്പാണ് നമുക്ക് ലഭിച്ചത്. അന്നും നമ്മൾ പിന്നെ ഡ്രഡ്ജർ എത്തി, അതിന് ശേഷവും കുറേ വിവാദങ്ങളുണ്ടായിരുന്നു. ഡ്രഡ്ജർ കാര്യക്ഷമമായിട്ടല്ല പ്രവർത്തിക്കുന്നത്, അങ്ങനെയല്ല. പക്ഷെ അപ്പോഴും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇവിടുത്തെ ഒരു സംവിധാനത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് അവരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. വിവാദങ്ങളിലെല്ലാം അത് എല്ലാം പോയി, അത് ആ സാഹചര്യമെല്ലാം നമുക്ക് മാറിക്കഴിഞ്ഞു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഏത് തരത്തിലാണെങ്കിലും മനസ്സ് പാകപ്പെടുത്താൻ തയ്യാറായിരുന്നു. ഇൻ കേസ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ആ തരത്തിൽ, പക്ഷേ കിട്ടുമെന്നുള്ളൊരു വിശ്വാസം ഉള്ളിനുള്ളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം ഇത്രയൊക്കെ ചെയ്ത് ദൈവം നമ്മളെ കൈവിടില്ല എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടായിരുന്നു. അത് പ്രകാരം തന്നെയാണ് ഇന്നലെ നമുക്ക് ഈ ലോറി ഉയർത്താൻ പറ്റുകയും അർജുനെ അതിന് ലഭിക്കുകയും ചെയ്തത്. ബാഹ്യ ഇടപെടലുകൾ ഒരു പരിധിവരെ നമുക്കൊരു മാനസികമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? ഈ ആളുകളുടെ പല അഭിപ്രായങ്ങളാണല്ലോ ഇവിടെ വന്നിരുന്നു, വിവാദങ്ങളും വന്നിരുന്നു, കുടുംബത്തിന് നേരെ തന്നെ വിവാദമൊക്കെ വരുന്ന ഒരു അവസ്ഥയുണ്ടായി. തീർച്ചയായിട്ടും ഒരുപാട് ഞങ്ങൾ അത്രയും മാനസികമായി വിഷമിച്ചിരിക്കുന്ന സമയത്ത് പോലും നമ്മൾക്ക് സൈബർ അറ്റാക്ക് ഉണ്ടാക്കുന്ന മനസ്ഥിതിയിലുള്ള ആളുകൾ വരെ ഉണ്ടായിരുന്നു. അല്ല, നമ്മളെ അപ്പോൾ ഇപ്പോഴും പറയാനുള്ളത് വിമർശിച്ചവർക്കും കൂടെ നിന്നവർക്കും നന്ദി തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അത് ഈ വിമർശനം എന്ന് പറയുന്നത് ഒരു 5%, അത് നമ്മുടെ നാട്ടിൽ ഏത് തരത്തിലുള്ള പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ ഇമോഷനെ വിറ്റ് ജീവിച്ച പല ആൾക്കാരും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. യൂട്യൂബ് ചാനൽ, എല്ലാ യൂട്യൂബ് ചാനലിലും ഞാൻ പറയുന്നില്ല, കുറച്ച് ശതമാനം യൂട്യൂബ് ചാനലായിരുന്നു നമ്മുടെ വേണ്ടിയിട്ടുള്ള സൈബർ അറ്റാക്കിൻ്റെ ഒരു ഉത്ഭവ കേന്ദ്രം ഉണ്ടായിരുന്നു. അതിൽ അവർക്കെല്ലാം എതിരെ നമ്മൾ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തു, നമ്മൾ കൊണ്ടാവുന്നതെല്ലാം. പിന്നെ ആരുടെയും വായ നമുക്ക് മൂടിക്കെട്ടാവുന്നതല്ലല്ലോ, പറയുന്നവർ പറയട്ടെ. എന്താണ് ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾക്കറിയാം. കുടുംബം എത്രത്തോളം ഇതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പ്രവർത്തിച്ചു എന്നുള്ളത് ഞങ്ങൾക്കറിയാം. എല്ലാവരോടും നന്ദി. ബാഹ്യ ഇടപെടലുകൾ നമ്മുടെ ഈ പ്രോസസ്സിനെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പല ബ്രേക്കും ഒന്നുമില്ല, പലപ്പോഴും സംവിധാനങ്ങൾ എത്തിക്കുന്നതിലാണെങ്കിലും ചില സമയങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ പലരും പല ഐഡിയ പറയുമ്പോൾ ആ വഴിക്ക് നീങ്ങാം, ഈ വഴിക്ക് നീങ്ങാം എന്നുള്ളൊരു ചിന്തയൊക്കെ ഈ അതോറിറ്റിക്കൊക്കെ തോന്നിയിരുന്നു. അല്ല, അതോറിറ്റിയുടെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡ്രഡ്ജർ എത്തിക്കുക എന്നുള്ളത് ഒറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിലെത്തിക്കുന്നതിൽ ഒരു കാലതാമസം ഉണ്ടായിട്ട് അത് നമുക്ക് ഇവരെയും പറയാൻ പറ്റില്ല. കാരണം ആ സമയത്ത് ഇവിടുത്തെ കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. ഇവിടെ അനുകൂലമായപ്പോഴേക്ക് ഗോവയിൽ ശക്തമായ കാറ്റുണ്ടായിരുന്നു. ഇത് രണ്ടും കൂടി നിന്നൊരു സമയത്താണ് നമുക്കിതിവിടെ എത്തിച്ചേരാൻ, പിന്നെ ആ രീതിയിലുള്ള പ്രഷറും അവർക്ക് കിട്ടിയപ്പോഴാണ് ഈ ഡ്രഡ്ജർ ഒന്നുകൂടി ഫാസ്റ്റായിട്ട് ഇവിടെ വൈകി എങ്കിൽ കൂടിയിട്ടും ഒന്നുകൂടി ഫാസ്റ്റായിട്ട് ഇവിടെ എത്താനുള്ള കാരണം ഉണ്ടായി. ഒരു 10-75 ദിവസമായിട്ട് ജിതിൻ്റെ ഇതിൻ്റെ പിന്നാലെ തന്നെയാണ്. ഇപ്പോൾ ജോലി കാര്യങ്ങളൊക്കെ അത് സെക്കൻഡറി ആയിട്ട് മാറ്റിവെച്ച് എന്നുള്ള അവസ്ഥയാണ്. ഇനിയിപ്പം മുന്നോട്ട് എന്താണ്? അല്ല, സെക്കൻഡറി അല്ല, അത് കൂടെ നടക്കുക. എൻ്റെ സഹപ്രവർത്തകർ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവർ തന്നൊരു മാനസികമായ പിന്തുണ എന്ന് പറയുന്നത് അത് വളരെ വളരെ വിലമതിക്കാത്തതാണ്. എൻ്റെ സഹപ്രവർത്തകർ എല്ലാവരും ഇപ്പോഴും ബന്ധപ്പെടുന്നുണ്ട്. അവരുടെ എന്നോട് പറഞ്ഞിരിക്കുന്നത്, നീ ഒരു അവസാനം വരെ നിന്നോ, നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാനിപ്പോഴും ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു പിന്തുണ വളരെയധികം വിലമതിക്കാത്തതാണ്. തീർച്ചയായിട്ടും അവരോടെല്ലാം ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവരിന്ന് കൂടെ അവരുണ്ടായിരുന്നുണ്ട്. ഏതായാലും നന്ദി ജിതിൻ. ഇപ്പോൾ ഏതായാലും ജിതിൻ്റെ പ്രതികരണമാണ് കേട്ടത്. എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തിൽ ഒരുപാട് ആളുകളോട് നന്ദി പറയേണ്ടതുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ മൂർത്തി സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ വിഭാഗം ആളുകളും ഈ സംവിധാനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഇവിടെ പ്രവർത്തിച്ച് ഈ ദൗത്യം അതൊരു സാധ്യമാക്കുന്ന രീതിയിലേക്ക് പലപ്പോഴും ഇതിൻ്റെ വഴി തെറ്റിപ്പോകുമോ എന്നുള്ള ഒരു സംശയമൊക്കെ വന്നപ്പോഴൊക്കെ ഇത് മുന്നോട്ട് പോകാൻ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായി. ഓരോരുത്തരുടെയും പേര് ഒരുപാട് പഴി കേട്ടു. നമ്മൾ എന്തൊക്കെ ചെയ്തും ഈ ഒരു ദൗത്യം പൂർത്തിയാക്കണം എന്ന ഒരു നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോവുകയായിരുന്നു.